ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്മസ് കാലത്തെ ഏറ്റവും നിറമുള്ളതാക്കുന്നതിന് നമ്മുടെ ചില ആഘോഷങ്ങൾക്ക് വളരെ അധികം സ്ഥാനമുണ്ട്. അതിൽ ക്രിസ്മസ് ഫാദറുണ്ട്, ക്രിസ്മസ് കാരൽ സോങ്സ് ഉണ്ട്, നമ്മൾ പാടുന്ന പാട്ടുകൾ, പുൽക്കൂടുണ്ട്, ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് മരമുണ്ട്. ഇതൊക്കെ ക്രിസ്മസിനോട് ചേർന്ന് വന്നു. ആരാണ് ഇതൊക്കെ തുടങ്ങിയത് എന്ന് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഇതിൻ്റെയൊക്കെ തായ് വേര് ചെന്ന് നിൽക്കുന്നത് കുറേയധികം വിശുദ്ധരിലാണ്. ഉദാഹരണത്തിന് ക്രിസ്മസ് ഫാദർ സാന്റാക്ലോസ്, അദ്ദേഹത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മളെത്തുന്നത് വിശുദ്ധ നിക്കോളാസിലാണ്. ക്രിസ്മസിൻ്റെ ഈ പുൽക്കൂടിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ക്രിസ്തുമസിനെക്കുറിച്ചുള്ള ധ്യാനത്തിലാണ്. ക്രിസ്മസ് കാരൽ, ക്രിസ്മസ് പാട്ടുകളെക്കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ അത് രണ്ട് പേരിലെത്തി നിൽക്കും. ഒന്ന് ആഡം ഓഫ് സെയിൻറ്റ് വിക്ടർ എന്ന് പറയുന്ന ഒരു പരേസ്യൻ സന്യാസി. അദ്ദേഹമാണ് ആദ്യമായിട്ട് ക്രിസ്മസ് ഈ ഗീതങ്ങൾക്ക് സമാനമായിട്ടുള്ള ലത്തീൻ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തി അത് ആലപിക്കാൻ തുടങ്ങിയതെന്ന് പറയുന്നു. അത് സാധാരണക്കാർക്ക് പ്രിയങ്കരമാക്കിയത് വിശുദ്ധ ഫ്രാൻസിസ് അസീസി ആയിരുന്നത്തെ. അദ്ദേഹം സാധാരണക്കാരുടെ ഭാഷയിലേക്ക് ഈ ക്രിസ്മസ് ഗീതങ്ങളെ കൊണ്ടുവന്നു. ഇനിയും ക്രിസ്മസ് ട്രീ, ക്രിസ്മസ് മരത്തെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമ്മൾ ജർമ്മനിയിലേക്ക് ഇറ്റലിയിൽ നിന്ന് മിഷണറി ആയിട്ട് അയക്കപ്പെട്ട വിശുദ്ധ ബോണിഫസിലാണ് എത്തിച്ചേരുന്നത്. അദ്ദേഹം അവിടുത്തെ മിഷണറി ആയിരുന്നു. മിഷണറി പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് തിരികെ വന്ന് വീണ്ടും തൻ്റെ ജനത്തെ ഒന്ന് കാണുവാനായിട്ട് തിരികെ ചെല്ലുമ്പോൾ അത് ക്രിസ്തുമസ് തലേന്നായിരുന്നുവെന്നും ആ നാളുകളിൽ തങ്ങളുടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് അവർ തങ്ങളുടെ പഴയ വിശ്വാസത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കുമൊക്കെ പോയി എന്ന് അദ്ദേഹം കാണുന്നു. അവർ ഈ അനാചാരത്തിൻ്റെ ഫലമായിട്ട് നരബലി വരെ നടത്തുവാനായിട്ട് തയ്യാറായിരിക്കുന്നതായിട്ട് മനസ്സിലാകുന്ന അദ്ദേഹം അവരെ ശാസിച്ചുകൊണ്ട് അതിനെയെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവരെ ക്രിസ്തുമസിലേക്ക് കൊണ്ടുവരികയും ഈ ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ക്രിസ്മസ് ട്രീ എന്ന ഒരു പുതിയ സമ്മാനം നൽകുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ക്രിസ്മസിൻ്റെ എല്ലാ ആചാരങ്ങളും ആഘോഷങ്ങളും വളരെ സുന്ദരമാണ്. പക്ഷേ അതിനൊക്കെ പിന്നിൽ ഒരാത്മീയതയുണ്ട്, ധ്യാനമുണ്ട്. ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് ധ്യാനിച്ച വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കാവൂ എന്ന് ഓർമ്മപ്പെടുത്തിയ വിശുദ്ധ ബോണിഫസ്, ദൈവത്തിൻ്റെ സ്നേഹം ആലപിക്കപ്പെടേണ്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ വിക്ടറും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും, ദൈവത്തെ പോലെ നമ്മളെ തന്നെ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ നിക്കോളാസ്, ഇവരൊക്കെ ചേർന്നാണ് ഈ ആഘോഷങ്ങളെ സുന്ദരമാക്കുന്നത്. ഇവരൊക്കെ ചേർന്നാണ് ഇതിൻ്റെ ആത്മീയത പകർന്നു നൽകുന്നത്. എന്തുകൊണ്ടാണ് അവരിങ്ങനെ വളരെ സുന്ദരമായിട്ട് ക്രിസ്മസിനെ മനുഷ്യർക്ക് പങ്കുവെച്ച് കൊടുത്തത്? അതിനർത്ഥം അത്രമാത്രം അവരുടെ ചിന്തയിലും ധ്യാനത്തിലും ഭാവനയിലുമൊക്കെ ക്രിസ്തു ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ക്രിസ്തു ഒരു ലഹരിയായിട്ട് മാറി എന്നാണ് അർത്ഥം. ക്രിസ്തുമസ് കാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾക്കും വേണം ഇത്തരമൊരു ലഹരി. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, സോബർ ഇൻടോക്സിക്കേഷൻ, അന്തസ്സുള്ള ലഹരി. ഒരാൾ ദൈവാനുഭവത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അയാളുടെ ചിന്തയും ഭാവനയും അയാളുടെ പ്രവൃത്തികളുമൊക്കെ ഈ ദൈവത്തെ കൊണ്ട് നിറയും. അതുവഴി അയാൾ ചെയ്യുന്നതെല്ലാം സുന്ദരമാകും, ചുറ്റുപാടുകളെ സുന്ദരമാക്കുകയും ചെയ്യും. ഈ ക്രിസ്മസ് കാലം നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാം. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു അന്തസ്സുള്ള ലഹരി, ദൈവാനുഭവം കൊണ്ട് നിറഞ്ഞ് ആ സ്നേഹം ചുറ്റുപാടിലേക്കും പ്രസരിപ്പിക്കുന്ന ഒരു ലഹരി. ആ ലഹരി നമുക്ക് സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ നാമത്തിന് ഉപരിമഹത്വം ഉണ്ടാകട്ടെ.